എറണാകുളം ജില്ലയിലും മഴ കാര്യമായി പെയ്യുന്നുണ്ട്. പലയിടങ്ങളിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. എന്നാൽ മഴക്കെടുതികളുടെ വാർത്ത കാര്യമായി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് അപ്ഡേറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് വിഷ്ണു സുരേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസത്തെ തുടർച്ചയായ മഴയിൽ ജില്ലയിൽ ഉടനീളം വ്യാപകമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും 75ഓളം വീടുകൾ ഭാഗികമായും തകർന്നു. ഒപ്പം കൃഷിനാശവും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ നഗരപ്രദേശങ്ങളിൽ അങ്ങനെ കാര്യമായി, പനമ്പള്ളി നഗർ ഒഴികെയുള്ള മേഖലകളിൽ അങ്ങനെ കാര്യമായ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 മിനിറ്റോളം വെള്ളം കെട്ടി നിൽക്കുകയും പിന്നീട് അത് പൂർണ്ണമായും ഒഴിഞ്ഞ് പോവുകയുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും കനാലുകൾ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയായി നിലനിൽക്കുന്നത് തീരപ്രദേശം തന്നെയാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രൂക്ഷമായ കടലുകയറ്റമാണ് കണ്ണമാലി പോലുള്ള പ്രദേശങ്ങളിലുള്ളത്. എടവനക്കാടും സമാനമാണ് സാഹചര്യം. അവിടുത്തെ ആളുകളുടെ ദുരിതം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടായി നൽകിയതാണ്. ആ ദുരിതത്തിനൊരു പരിഹാരം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എത്രയോ വർഷങ്ങളായി അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ ഫണ്ട് പാസ്സായിട്ടും എന്തുകൊണ്ട് അവിടെ ഈ കൽഭിത്തി അടക്കമുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, ടെട്രോപോഡ് അടക്കം നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അടിയന്തരമായ ഇടപെടൽ വേണ്ടത് തീരപ്രദേശ മേഖലകളിലാണ്. ഒപ്പം അത് കണ്ണമാലി മാത്രമല്ല, എടവനക്കാടും സമാനമായ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കടലടിച്ചു കയറുകയും വീടിൻ്റെ ഉള്ള പഠനവസ്തുക്കൾ അടക്കം ഒലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം നടപടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. 360ഓളം വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാത്തിനും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിൽ എറണാകുളം ജില്ലയിൽ ഇല്ല. എന്നിരുന്നാൽ പോലും മഴയുടെ തോത് എല്ലാ മണിക്കൂറുകളിലും വർദ്ധിച്ചു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.